ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം ഉത്രട്ടാതി നാളുകാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ആദ്യം നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ആ റെഡ് ബട്ടൺ, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് വിഷു എന്താണെന്ന് നമുക്കൊന്ന് കാണാം. സൂര്യൻ 12 രാശിയിലും ഇങ്ങനെ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആദ്യം മേടം, ഇടവം, മിഥുനം, അങ്ങനെ അവസാനം ഒരു റൗണ്ട് അത് ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും ആദ്യത്തെ റൗണ്ടിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ മീനത്തിൽ നിന്ന് മേടത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ വർഷമാണ് ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. ഓരോരോ വർഷവും ഈ വിഷുവിന് ഓരോരോ പേരുണ്ട്. ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്നറിയപ്പെടുന്നത്. ഈ വികാരി വർഷം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം നടക്കാത്തവർക്ക് ഈ വർഷം തീർച്ചയായിട്ടും ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണം നടക്കും. പിന്നെ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം ഈ പറയുന്ന ഉത്രട്ടാതി നാളുകാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള 50% എന്ന് പറഞ്ഞാൽ 100% കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, അത് നിങ്ങളുടെ ജാതകം, അത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഉത്രട്ടാതി മാത്രം എടുത്ത് വെച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഉത്രട്ടാതി നാളുകാർക്കും അത് കറക്റ്റായി വരണമെന്ന് ഒരിക്കലും ഇല്ല. ഇത് ഞാൻ പറയുന്ന കാര്യം ഏകദേശം 50% നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് കൂടുതൽ പോസിറ്റീവായിട്ടും ഇല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജാതകം വെച്ചിട്ടേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഏകദേശം നമ്മൾ ഈ വിഷുഫലം എന്ന് പറയുന്നത് പൊതുവെ 4 ഗ്രഹം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. രാഹു, കേതു, വ്യാഴം, ശനി. ബാക്കിയുള്ള ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മാസം, 1.5 മാസം ഇല്ലെങ്കിൽ 2.25 ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരോ വീട്ടിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാഹു, കേതു 1.5 വർഷം ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും. വ്യാഴം 1 വർഷം, ശനി 2.5 വർഷം. അങ്ങനെയാകുമ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫലം പറയുന്നതായിരിക്കും ഏകദേശം കറക്റ്റായിട്ട് വരുന്നത്. ഉത്രട്ടാതി നാളുകാർക്ക് എങ്ങനെയായിരിക്കും പറഞ്ഞാൽ പൊതുവെ ഉത്രട്ടാതി നാളുകാർക്ക് ഈ വർഷം നല്ലൊരു വർഷമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് 4 അവർക്ക് രാഹു സഞ്ചരിക്കുന്നു. ഈ 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പെട്ടെന്ന് പറയാമെന്നുണ്ടെങ്കിൽ 4 പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട്, നമ്മുടെ അമ്മയുടെ വീട്, അമ്മയുടെ ബന്ധുക്കൾ, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ്, പിന്നെ നമ്മുടെ സേവിങ്സ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഒരു വർഷം ഈ അടുത്ത വിഷുവിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ചതയം നാളുകാർക്ക് വസ്തു മേടിക്കാനും വീട് വെക്കാനും വണ്ടി മേടിക്കാനും കാറ് അങ്ങനെയൊക്കെ മേടിക്കാനും തീർച്ചയായിട്ടും അവർക്ക് മേടിക്കാൻ പറ്റും ഈ വർഷം. കാര്യം പറഞ്ഞാൽ അവർക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാനുള്ള ചാൻസും ഈ വർഷം കൂടുതലായിരിക്കും. അമ്മയുടെ സ്വത്തുക്കൾ അവർക്ക് കിട്ടാനുള്ള ചാൻസും ഈ വർഷം അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ അമ്മയുടെ ബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഇതെല്ലാം കൂടെ അവർക്ക് ഏകദേശം നല്ലൊരു വർഷമായിരിക്കും. പിന്നെ 9 അവർക്ക് ഇപ്പം അവർക്ക് ഗുരു സഞ്ചരിക്കുന്നു. ഈ 9 ഗുരു സഞ്ചരിക്കുന്നതുകൊണ്ട് എന്താ പറഞ്ഞാൽ അതും അവർക്ക് നല്ലതാണ്. പറഞ്ഞാൽ അവർക്ക് 9 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്ഥാനം, പിന്നെ ലക്ക്, പിന്നെ നമ്മുടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന പഠിത്തം. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ട്രാവൽസ് ചെയ്യേണ്ടി വരും. നല്ലൊരു ട്രാവൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു ട്രാവൽസ്, പിന്നെ അച്ഛനെയോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തിലുള്ള ആൾക്കാരെയോ വലിയ ആൾക്കാരൊക്കെ കാണാനുള്ള ഒരു ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് ഈ ഒക്ടോബർ വരെ അവർക്കുണ്ട്. ഒക്ടോബർ വരെയാണ് ഇവർക്ക് 9 ഇവർക്ക് ഗുരു സഞ്ചരിക്കുന്നത്. ആ സമയം വരെ ഇവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള അമ്പലങ്ങളിൽ പോയി ദൈവവിശ്വാസം അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ പെണ്ണുങ്ങളാവുന്നുണ്ടെങ്കിൽ ഈ കല്യാണം ഈ പറയുന്ന ഉത്രട്ടാതി നാളുകാർക്ക് ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഒക്ടോബറിനകത്ത് വച്ച് ഇവർക്ക് കല്യാണം തീർച്ചയായിട്ടും നടക്കും. കാര്യം പറഞ്ഞാൽ 9 അവർക്ക് ഗുരുവാണ് സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല ഗവൺമെൻറ് ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടും. പൊതുവെ ക്യാഷ് നല്ല രീതിയിൽ ഇവർക്ക് വരുന്നതായിരിക്കും. പിന്നെ കൊച്ചുങ്ങളില്ലാത്തവർക്ക് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും ഈ ഒക്ടോബറിനകത്ത് വെച്ച് കൂടുതലായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇവർക്ക് എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം തൊഴിലിൽ ഇവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശനിയും
പിന്നെ കേതുവും കൂടാണ് ഈ 10ാം സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ഇവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു സ്വസ്ഥത കുറവ്, പിന്നെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടത്തില്ല, നല്ലൊരു ജോലി കിട്ടത്തില്ല, ചില ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. ജോലിയിൽ നല്ലൊരു ബുദ്ധിമുട്ട് ഇപ്പം അവർ അനുഭവിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് പിന്നെ ധനമായിട്ടും ചെറിയൊരു ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നുണ്ട്. അത് ഈ വരുന്ന ഒക്ടോബർ ആകുമ്പം തീർച്ചയായിട്ടും അവർക്ക് മാറും. കാര്യം എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞത് 10ിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ തൊഴിൽ നല്ലൊരു തൊഴിൽ കിട്ടാനും ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ബിസിനസ് ഇമ്പ്രൂവ് ആവാനും ഉള്ള ചാൻസ് ഈ വരുന്ന ഒക്ടോബർ ആകുമ്പം തീർച്ചയായിട്ടും ഇവർക്ക് നടക്കും. പിന്നെ നല്ലൊരു ഏകദേശം ഈ പറയുന്ന ഉത്രട്ടാതി നാളുകാർക്ക് ഇത് നല്ലൊരു വർഷമായിരിക്കും. ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അതിപ്പം തൊഴിൽ പരമായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ വരുന്ന ഒക്ടോബർ ആകുമ്പം തീർച്ചയായിട്ടും മാറും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിനുള്ള റെമഡീസ്, വിഷുവിൻ്റെ റെമഡീസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് കാണാം. നമുക്ക്